പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. തെക്കൻ ലെബനനിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയ്ക്ക് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ഇറ്റാലിയൻ സൈനികരടങ്ങുന്ന UN വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത് നാറ്റോ സഖ്യത്തിനുള്ളിലും വലിയ വിള്ളലുകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഷാമയിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ വാഹന വ്യൂഹം. ആക്രമണത്തിൽ ഒരു വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന വാർത്ത പുറത്തു വന്നതോടെ ഇറ്റലി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. സമാധാന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്ക് നേരെയുള്ള ഇത്തരം നടപടികൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗ്വിഡോ ക്രോസെറ്റോ വ്യക്തമാക്കി. അവരെ തൊടാൻ ധൈര്യപ്പെടരുത് എന്ന തരത്തിലുള്ള ശക്തമായ താക്കീതാണ് റോമിൽ നിന്ന് ഉയരുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പതാകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനി ഈ സംഭവത്തിൽ ഇസ്രായേലിൽ നിന്ന് അടിയന്തര വിശദീകരണം തേടിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത സമ്മർദ്ദമാണ് ഇറ്റലി ചെലുത്തുന്നത്. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷികളിലൊന്നായ ഇറ്റലി ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സൈനികരുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറ്റലി ആവർത്തിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ഈ സംഭവത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ലെബനനിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് നടത്തുന്ന വ്യാപകമായ സൈനിക നീക്കങ്ങൾക്കിടയിൽ സംഭവിച്ച ഒരബദ്ധമാണോ ഇതെന്നത് വ്യക്തമല്ല. എന്നാൽ സമാധാന സേനയുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ടും ആക്രമണം ഉണ്ടായത് ആസൂത്രിതമാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ലെബനനിലെ മാനുഷിക പ്രതിസന്ധി ഇതോടെ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ലെബനനിലുടനീളം ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലകളിലും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മേലും ബോംബുകൾ പതിക്കുന്നത് വൻതോതിലുള്ള പലായനത്തിന് കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് UN സേനയുടെ സാന്നിധ്യം അവിടെ നിർണായകമാകുന്നത്. എന്നാൽ സമാധാന സേന തന്നെ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ സുരക്ഷ ആരുറപ്പാക്കുമെന്ന ചോദ്യം പ്രസക്തമാണ്. ഇറാൻ ഈ സംഭവ വികാസങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്ന് ഇറാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇസ്രായേലിന്റെ അധിനിവേശ സ്വഭാവമുള്ള നീക്കങ്ങളെ തടയാൻ തങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആലോചിക്കുകയാണെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി. ഇത് മേഖലയിൽ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറാന്റെ ഇടപെടൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനേ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ മനോവീര്യത്തെ തകർക്കാനുള്ള ശ്രമമാണിതെന്ന് പല നയതന്ത്ര വിദഗ്ധരും നിരീക്ഷിക്കുന്നു. ലെബനനിൽ നിന്ന് US സേനയെ പിൻവലിപ്പിക്കാൻ ഇസ്രയേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി നേരത്തെയും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. UN സേന അവിടെ തുടരുന്നത് തങ്ങളുടെ സൈനിക നീക്കങ്ങൾക്ക് തടസ്സമാണെന്ന് ഇസ്രയേൽ കരുതുന്നുണ്ടാകാം. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. നാറ്റോ അംഗരാജ്യമായ ഇറ്റലിയുടെ രോഷം അമേരിക്കയെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്ക് സ്വന്തം സഖ്യകക്ഷിയായ ഇറ്റലിയെ പിണക്കാൻ കഴിയില്ല. വാഷിംഗ്ടൺ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാകും. സമാധാന സേനയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേലിനു മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക നിർബന്ധിതരാകും. ലെബനനിലെ മാനുഷിക സാഹചര്യം ഓരോ മണിക്കൂറിലും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആശുപത്രികളും സ്കൂളുകളും അഭയകേന്ദ്രങ്ങളും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. UN വാഹനങ്ങൾ തടയപ്പെടുന്നത് സഹായം എത്തിക്കുന്നതിനെ ബാധിക്കും. ഭക്ഷണവും മരുന്നുമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളാണ് വലയുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. സമാധാന സേനയ്ക്ക് നേരെയുള്ള ആക്രമണം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. യുദ്ധത്തിനു പോലും നിയമങ്ങളുണ്ട് എന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ സൈനിക നടപടികൾ പരിധി ലംഘിക്കുന്നു എന്ന വികാരം യൂറോപ്യൻ രാജ്യങ്ങളിൽ ശക്തമാവുകയാണ്. ഇറ്റലിയെ കൂടാതെ ഫ്രാൻസും സ്പെയിനും ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി വെറുമൊരു വാക്കല്ലെന്ന് ഇസ്രായേലിനും അറിയാം. മിസൈൽ ആക്രമണങ്ങൾക്കും ഡ്രോൺ നീക്കങ്ങൾക്കും ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് UN സേനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ ഒരേ സമയം പല മുന്നണികളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. സ്വന്തം സുരക്ഷയ്ക്കായി ലോകത്തെ മുഴുവൻ ശത്രുക്കളാക്കുന്ന നയമാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്.
ഇറ്റാലിയൻ വാഹന വ്യൂഹത്തിന് നേരെയുള്ള വെടിവയ്പ് കേവലം ഒരു സാങ്കേതിക പിഴവായി തള്ളിക്കളയാൻ റോം തയ്യാറല്ല. കൃത്യമായ അടയാളങ്ങളുള്ള UN വാഹനങ്ങളെ തിരിച്ചറിയാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിയേണ്ടതായിരുന്നു. ഇത് സൈനികമായ അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ ബോധപൂർവമായ പ്രകോപനമോ ആണെന്ന് ഇറ്റലി സംശയിക്കുന്നു. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. മധ്യപൂർവേഷ്യയിലെ ഈ പുതിയ പ്രതിസന്ധി ലോകക്രമത്തെ തന്നെ മാറ്റാൻ പോകുന്നതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. സമാധാന സേനയ്ക്ക് പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത അവസ്ഥ UN പരാജയമായി പലരും വിലയിരുത്തുന്നുണ്ട്. എങ്കിലും ലോക സമാധാനത്തിനായി UN അവിടെ തുടരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇസ്രയേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുന്നത് രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഭയപ്പെടുന്നു. സൈനിക വിജയങ്ങൾക്കപ്പുറം നയതന്ത്ര പരാജയങ്ങളാണ് ഇസ്രയേലിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. സഖ്യകക്ഷികളെ ശത്രുക്കളാക്കുന്നത് ബുദ്ധിയല്ലെന്ന് പ്രതിപക്ഷ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇസ്രയേൽ സമാധാന സേനയെ ആക്രമിക്കുന്നു എന്നത് ലോകത്തിനു മുന്നിൽ ഇസ്രയേലിനെ പ്രതിക്കൂട്ടിലാക്കാൻ അവർക്ക് ലഭിച്ച വലിയൊരു ആയുധമാണ്. വിദ്വേഷം പടർത്തുന്നതിനും പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും ഇത് കാരണമാകും. സംഘർഷത്തിന്റെ തീ പടരുകയാണ്. ഇറ്റലിയുടെ പ്രതികരണം യൂറോപ്യൻ യൂണിയന്റെ പൊതുനിലപാടിനെ സ്വാധീനിക്കും. ഇസ്രയേലിന് മേൽ സാമ്പത്തികമോ നയതന്ത്രപരമോ ആയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ആലോചിച്ചേക്കാം. ചരക്ക് നീക്കവും വ്യാപാരവും തടസ്സപ്പെടുന്നത് ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും. സൗഹൃദ രാജ്യങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടുന്നത് ഇസ്രയേലിന് താങ്ങാനാവില്ല. ഇറാൻ നടത്തുന്ന ശിക്ഷാ നടപടികൾ മിസൈൽ ആക്രമണങ്ങളിൽ ഒതുങ്ങില്ല എന്നാണ് സൂചന. സൈബർ ആക്രമണങ്ങളും സമുദ്രപാതകളിലെ തടസ്സങ്ങളും അവർ പരീക്ഷിച്ചേക്കാം. ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ മറ്റ് തന്ത്രപ്രധാനമായ പാതകളും ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇസ്രായേലിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം. ലബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേന 1978 മുതൽ അവിടെ പ്രവർത്തിക്കുന്നതാണ്. ശതാബ്ദങ്ങളായി സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്ന ഈ സേനയ്ക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ലെങ്കിലും ഇത്തവണത്തെ സാഹചര്യം അതീവ ഗുരുതരമാണ്. വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കപ്പെടുന്നതും സമാധാന സേനയ്ക്ക് നേരെ തോക്കു ചൂണ്ടുന്നതും അരാജകത്വത്തിന്റെ ലക്ഷണമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഈ വിഷയത്തിൽ മൗനം പാലിക്കാൻ കഴിയില്ല. തന്റെ സഖ്യകക്ഷിയായ ഇറ്റലിയെ ആശ്വസിപ്പിക്കാനും ഇസ്രായേലിനെ ശാസിക്കാനും അദ്ദേഹം നിർബന്ധിതനാകും. എന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് താൻ നൽകിയ ഉറപ്പ് പാലിക്കാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഈ ഇരട്ട പ്രതിസന്ധി ട്രംപിന്റെ നയതന്ത്ര പാടവത്തെ പരീക്ഷിക്കുന്ന ഒന്നാണ്. ലബനനിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു വലിയ മാനുഷിക ദുരന്തത്തിന്റെ നിഴലിലാണ്. ശുദ്ധജലവും വൈദ്യുതിയുമില്ലാതെ പല നഗരങ്ങളും സ്തംഭിച്ചിരിക്കുന്നു. മൃതദേഹങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ചികിത്സിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. UN സേനയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് ഈ ദുരിതം വർദ്ധിപ്പിക്കും. ലോകം ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാവുകയാണ്. ഇറ്റാലിയൻ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നത് ചെറിയൊരു കാര്യമല്ല. ആധുനിക യുദ്ധമുഖത്ത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന ഇസ്രയേൽ ഇത്തരമൊരു പിഴവ് വരുത്തിയത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഇറ്റലി കർക്കശമായി ആവശ്യപ്പെടുന്നുമുണ്ട്. ഇറാൻ നൽകുന്ന ശിക്ഷാ മുന്നറിയിപ്പുകൾ മേഖലയിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. യുദ്ധം പടർന്നാൽ തങ്ങളുടെ എണ്ണപ്പാടങ്ങളും ആക്രമിക്കപ്പെടുമോ എന്ന് അവർ ഭയപ്പെടുന്നു. സൗദി അറേബ്യയും ഖത്തറും ഇതിനോടകം തന്നെ സംയമനം പാലിക്കാൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ആഗോള സാമ്പത്തിക തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നയതന്ത്ര ലോകത്ത് ചുവപ്പ് രേഖകൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. സമാധാന സേനയെ ആക്രമിക്കുന്നത് അത്തരമൊരു ചുവപ്പ് രേഖയാണ്. ഇസ്രയേൽ ഈ രേഖ മറികടന്നത് ലോകത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. ആയുധബലമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന അവസ്ഥ വരുന്നത് വൻ അപകടമാണ്. ചെറിയ രാജ്യങ്ങളുടെ സുരക്ഷ ഇതോടെ അവതാളത്തിലാകും. ബെയ്റൂട്ടിലെ ഇറ്റാലിയൻ എംബസി അതീവ ജാഗ്രതയിലാണ്. തങ്ങളുടെ പൗരന്മാരോട് ലെബനൻ വിട്ടുപോകാൻ ഇറ്റലി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യത്തിന്റെ സഹായം തേടിയിരിക്കുകയാണ് റോം.
സമാധാന ദൗത്യം തുടരണോ അതോ സൈന്യത്തെ പിൻവലിക്കണോ എന്ന കാര്യത്തിൽ ഇറ്റലിയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഹിസ്ബുള്ളിയുടെ മിസൈലുകളെ തടയാൻ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾക്കിടയിൽ UN സേന ഒരു തടസ്സമായി മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ സമാധാന സേന എന്നത് ഒരു സുരക്ഷാ കവചമാണ്. അത് തകർക്കുന്നത് യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടും. ഇസ്രയേൽ ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അന്താരാഷ്ട്ര കോടതികളിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല. നാറ്റോ സഖ്യത്തിലെ ഒരു പ്രധാന ശക്തി എന്ന നിലയിൽ ഇറ്റലിക്ക് വലിയ സ്വാധീനമാണുള്ളത്. ഇസ്രയേലുമായുള്ള സൈനിക സഹകരണം അവസാനിപ്പിക്കാൻ പോലും ഇറ്റലി മുതിർന്നേക്കാം. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക. സൗഹൃദം തകരുന്നത് യുദ്ധത്തെക്കാൾ ഭയാനകമാണ്. ഇറാന്റെ തിരിച്ചടി ഏത് രൂപത്തിലായിരിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല. ഇസ്രായേലിന്റെ ഉൾപ്രദേശങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള മിസൈൽ വർഷമായിരിക്കും ഇറാൻ നടത്തുക എന്ന് കരുതപ്പെടുന്നു. ഡ്രോണുകളുടെ കൂട്ടാക്രമണവും ഉണ്ടായേക്കാം. ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ പരീക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. ലബനനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണ്. സൈനിക ബലം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെയും കീഴടക്കാൻ കഴിയില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ രക്തം വീഴ്ത്തിക്കൊണ്ടുള്ള ഈ പോരാട്ടം ആർക്കും വിജയം നൽകില്ല. സമാധാന ചർച്ചകൾ ഇനിയും വൈകുന്നത് വൻ വിപത്തിനാണ് കാരണമാവുക. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഈ വിഷയത്തിൽ അടിയന്തരമായി തീരുമാനമെടുക്കണം. വീറ്റോ അധികാരങ്ങൾ ഉപയോഗിച്ച് തീരുമാനങ്ങൾ തടയുന്നത് സമാധാനത്തിന് വിഘാതമാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ ഈ ആക്രമണത്തെ അപലപിക്കണം. സമാധാന സേനയുടെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അവസാനമായി ഇറ്റാലിയൻ സൈനികർ നേരിട്ട ഈ വെല്ലുവിളി അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു വഴിത്തിരിവാണ്. സഖ്യകക്ഷികൾക്കിടയിലെ വിശ്വാസം തകർന്നാൽ അത് വീണ്ടെടുക്കാൻ പ്രയാസമായിരിക്കും. ഇസ്രയേൽ തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കണം. സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരാൻ വൈകിയാൽ ചരിത്രം അവരോട് ക്ഷമിക്കില്ല. മധ്യപൂർവേഷ്യയിലെ ഈ അഗ്നിപർവ്വതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാം.